ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അത് നമ്മൾ രാവിലെ എണീറ്റ ടൈമിൽ തന്നെ ഉമ്മി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടിയപ്പവും അതുപോലെ മുട്ടക്കറിയും പിന്നെ ബീഫ് കറിയും ഉണ്ടായിരുന്നു, പിന്നെ ചായയായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഇക്കാക്കുള്ള ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. അതിനുശേഷം വാവയ്ക്ക് ഞാൻ ഇടിയപ്പമൊക്കെ ഒന്ന് വാരി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ വാവയ്ക്ക് ഉമ്മി എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കുളിപ്പിക്കാൻ വേണ്ടി. പിന്നെ അതിനുശേഷം രണ്ടുപേരും കൂടി ഇന്ന് ബലൂൺ തട്ടി കളിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം തുണിക്കടയിൽ പോയപ്പോൾ കിട്ടിയതാണ് ബലൂണ്. അങ്ങനെ വാവയും ഉമ്മയും കൂടി കളിക്കുന്ന ടൈമിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പവും അതുപോലെ മുട്ടക്കറിയാണ് ഞാൻ എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. പിന്നെ ഉമ്മ എനിക്ക് വേണ്ടി പാലും കൂടി കാച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഹസ്ബൻഡിനും കൂടി കാച്ചുന്നതാണ് കേട്ടോ, പക്ഷേ ആൾക്കിന്ന് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വേണ്ടി മാത്രമാണ്. എനിക്ക് പാലൊന്നും കുടിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഉമ്മി കാച്ചി വെക്കും. പിന്നെ ഇത് ഉമ്മി വാവയ്ക്ക് വേണ്ടി ബട്ടർ ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മളിവിടെ സൊസൈറ്റിയിൽ നിന്നാണ് പാല് മേടിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ബട്ടറും അതുപോലെ നെയ്യും ഉമ്മ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഏത്തക്കായൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാവ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആൾക്ക് ഏത്തക്ക വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത്തവണ കുറച്ച് കൂടുതൽ ബട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നമുക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ കുറച്ച് കൂടുതൽ ഏത്തക്ക ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല നാടൻ ഏത്തക്ക കിട്ടും, അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വാട്ടിയതിന് ശേഷം വാവയ്ക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് ഫുഡാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വേറെയും കുറച്ച് സ്ഥലത്ത് പോകണമായിരുന്നു. അങ്ങനെ എല്ലാവരും റെഡിയായി നമ്മൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ പതിവ് പോലെ വാവ കാറിൽ കയറിയത് നല്ല അലമ്പാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്തവണ ബ്രദറും കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു മന്തി കഴിക്കാൻ വേണ്ടി. ആ കടയിലോട്ട് തന്നെയാണ്. അന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല റീസണബിൾ റേറ്റിന് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കോട്ടയം ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വലിയ ഡിസ്റ്റൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മളുടെ ഹോട്ടലിലേക്ക്. അങ്ങനെ നമ്മൾ അധികം വൈകാതെ തന്നെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മലബാർ മജ്ലിസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അതുപോലെ ഈ ഹോട്ടലിൻ്റെ പ്ലേസ് വരുന്നത് കോട്ടയം കോടിമതയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് പോവാണ് കേട്ടോ. ഇവിടെ പല ടൈപ്പിലുള്ള കുഴിമന്തി കിട്ടും, അതുപോലെ ചൈനീസ് ഫുഡ്, സൂപ്പ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ. അതുപോലെ ഇവിടെ താഴെ മുകളിലും എല്ലാം ഇരിക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്. ഈ ഒരു ടൈമിൽ വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് മുകളിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ തന്നെ കേട്ടോ ഇരുന്ന് ഫുഡ് കഴിച്ചത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ആക്കിയപ്പോൾ തന്നെ മയോണൈസും അതുപോലെ ഇതിൻ്റെ ചട്നിയും സാലഡും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ തവണയും സാലഡ് തരുമെങ്കിൽ നമ്മൾ ആരും എടുക്കാറില്ല കേട്ടോ. നമുക്ക് സാലഡിനോട് വലിയ താല്പര്യമില്ല. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് സമയത്തിനകം തന്നെ നമ്മളുടെ കുഴിമന്തി എത്തിയിട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് മന്തി മേടിച്ച് കഴിഞ്ഞാൽ 4-5 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ലുക്ക്. ചിക്കനൊക്കെ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. റൈസ് ആണെങ്കിലും നല്ല സോഫ്റ്റാണ്. പിന്നെ സെപ്പറേറ്റ് നമ്മളൊരു പെപ്സിയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസിനോട് പെപ്സി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളമ്പി കൊടുത്ത് എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഞാൻ വാവയ്ക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിഞ്ഞ തവണയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ അറിയാതെ വാ തുറന്നു പോകും കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ കൂടുതലും ശ്രദ്ധിച്ചത്. അങ്ങനെ വാവയ്ക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ഞാനും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എല്ലാ തവണയും ഏറ്റവും ലാസ്റ്റ് ഫുഡ് കഴിച്ച് എണീക്കുന്നത് ഞാനായിരിക്കും കേട്ടോ. ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് എണീക്കാൻ വേണ്ടി ബാക്കി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് കുറച്ച് സ്ഥലം വരെ ഒന്ന് പോകണം. അപ്പോൾ വീട് പണി നടക്കുന്ന കാര്യം ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടത്തേക്ക് വേണ്ടി മാർബിളും അതുപോലെ തന്നെ ഗ്രാനൈറ്റും ഒക്കെ നമ്മൾ നോക്കാൻ പോവാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടലിൻ്റെ തൊട്ടപ്പുറമാണ് കേട്ടോ ഈ ഒരു കട വരുന്നത്. വഞ്ചി മാർബിൾസ് എന്നാണ് പേര്. നല്ല സെലക്ഷനുള്ള കടയായിരുന്നു കേട്ടോ.
അപ്പോൾ ഇവിടെ ഒരുപാട് മോഡൽ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ കിടന്ന് വാവ നല്ല കളിയായിരുന്നു. ഇവിടെ ഒരുപാട് ടൈപ്പ് ഗ്രാനൈറ്റും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഇതുപോലെ ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ലുക്കായിരുന്നു. അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് സമയം നമ്മൾ ടൗണിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം വാപ്പിക്ക് വേറൊരു സ്ഥലത്തൂടി പോകാനുണ്ടായിരുന്നു. അങ്ങനെ അധികം താമസിക്കാതെ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് സമയം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ വാവയ്ക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾ വീട്ടിലെത്തിയ പാടെ തന്നെ ഉറങ്ങി. അതിനുശേഷം വീട്ടിൽ ചെന്ന പാടെ തന്നെ ഹസ്ബൻഡിന് ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൾക്ക് വേണ്ടി നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർച്ച് 26-ന് ഇക്കയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഓൾറെഡി ബ്രദർ ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ വരുന്ന വഴിക്ക് ഇക്ക പോലും അറിയാതെ ഇക്കയുടെ പേരൊക്കെ എഴുതി കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും, പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.